സംസ്ഥാന സ്കൂൾ കായികമേളയിലെ ട്രോഫി വിവാദത്തെ തുടർന്ന് കോതമംഗലം മാർ ബേസിൽ ഉൾപ്പെടെ 2 സ്കൂളുകൾക്ക് സർക്കാർ വിലക്കേർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇതിനെതിരെ ഈ മാർ ബേസിൽ സ്കൂളിൻ്റെ കോതമംഗലത്തെ മാനേജർ ജോർജ് കൂർപ്പള്ളി മാധ്യമങ്ങളെ കാണുന്നു. വികാരമാണ് കുട്ടികൾക്ക് അർഹതപ്പെട്ട ഒരു അംഗീകാരം കിട്ടാണ്ട് വന്നപ്പോൾ കുട്ടികളുടെ ഒരു വികാര പ്രകടനമാണ് അവരവിടെ നടത്തിയത്. അതിപ്പോൾ മാനേജ്മെൻറ്റുമായിട്ട് സ്കൂളുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിട്ടില്ല. എല്ലാ കുട്ടികളും ഇവിടെ ഉണ്ട്. എല്ലാ കുട്ടികളും ഇവിടെ ഉണ്ട്. 150 കുട്ടികൾ ഹോസ്റ്റലിൽ താമസിച്ച് ഇവിടെ പ്രാക്ടീസ് ചെയ്ത് വരുന്നുണ്ട്. സ്പോർട്സിലും ഉണ്ട്, ഫുട്ബോളിലും ഉണ്ട്. അല്ല, സർക്കാർ തീരുമാനം മാറ്റവും ഞങ്ങളായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ധാരണ, വിശ്വാസം ഞങ്ങളുടെ അതാണ്. സംസാരിച്ചില്ല. സംസാരിച്ചിട്ട് ഇന്നലെ വന്നേ സംസാരിച്ചിട്ട് സർക്കാരുമായിട്ട് ബന്ധപ്പെടാമെന്നാണ് വിചാരിച്ചാണ് ഇരിക്കുന്നത്. അനുകൂലമായ പ്രതികരണം കിട്ടുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഞങ്ങളുടെ ഭാഗം മാനേജ്മെൻറ്റിൻ്റെ ഭാഗം കേട്ടില്ല. അധ്യാപകരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അധ്യാപകർ തിരുവനന്തപുരത്ത് പോയി അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനത് ടി വി കണ്ടുള്ള പ്രതികരണം എനിക്ക് കിട്ടിയിട്ടുള്ളൂ. അല്ല, അങ്ങനെ ഒരു പ്രതികരണം ഞാൻ പറഞ്ഞില്ലേ. കുട്ടികൾക്ക് ഉണ്ടാകുന്ന അന്നേരം അവർക്ക് സമ്മാനം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് സ്റ്റേജിലേക്ക് ചെന്നപ്പോഴാണ് ഇല്ല എന്നൊരു പ്രതികരണം കിട്ടണേ. അപ്പോൾ അവർക്കുണ്ടായ ഈ സ്കൂൾ മാത്രമല്ല, മറ്റു സ്കൂളും ഉണ്ടായിരുന്നല്ലോ. അവരാണ് ആദ്യം തുടങ്ങി വെച്ചതെന്നാണ് പറഞ്ഞത്. അവരുടെ കൂടെ നമ്മുടെ കുട്ടികളും പ്രതിഷേധം പ്രകടിപ്പിച്ചു. അതാണ് സംഭവിച്ചത്. മാർ ബസലി സ്കൂളിലെ ജോർജ് കൂർപ്പള്ളി മാനേജറാണ് സംസാരിച്ചത്. എന്തായാലും ഈ കുട്ടികളെ ഈ സ്കൂളിനെ അയോഗ്യത കൽപ്പിച്ചത് ശരിയായില്ല എന്നാണ് പറയുന്നത്. സ്കൂൾ മാനേജ്മെൻറ്റ് അറിയാതെ പ്രതിഷേധം നടക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്.